കയ്യിന്ന് മേടിക്കുമെന്ന്. അമ്മ ഒരു കാര്യം ചെയ്യാമ്മ, എന്നെ തല്ല്, വാ തല്ല് 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 കൊല്ലങ്ങോട്ട്. അയ്യോ, ഞാൻ തല്ലാനും കൊല്ലാനും ഒന്നിനും വരുന്നില്ല. ദേ ചേച്ചിയും ചേട്ടനും നിൽക്കുന്നു. അവരോട് അഭിപ്രായം ചോദിച്ചിട്ട് എങ്ങോട്ടാന്ന് വെച്ചപ്പോ എന്റെ അഭിപ്രായം ചോദിക്കാൻ വേണ്ട, ഞാനൊന്നും പറയാനും വരുന്നില്ല. அப்படியாமா? கேசு லட்சு சொல்லுங்களேன். അയ്യോ, എന്തോന്ന് ചൊല്ലാന്? നീ അടങ്ങി നില്ല്. നീ അവിടെ കിടന്ന് പെണ്ണിന്റെ കൂടെ ആടി തിമിർക്കുന്നുണ്ടല്ലോ. നിനക്ക് അഭിനയിക്കാൻ പോണെങ്കിൽ പൊക്കോ. அம்மா இவங்களும் அதேதான் சொன்னாங்க. என்னோட நடிப்பு நல்லா இருக்கு, வேணா போய் நடிக்கலாம்னு. ஆனா எனக்கு விருப்பம் இல்லம்மா. என்னன்னா நாம நடிக்க போனா கிளாமரஸ் எல்லாம் ஆகி நடிக்க சொல்லுவாங்கல்ல, அதனால நான் போக மாட்டேன். അയ്യോ, പോയി ഗ്ലാമറായിട്ട് അഭിനയിക്ക്. എന്നിട്ട് കനകോ എന്നുള്ള പേര് മാറ്റിട്ടേ ഇളങ്കോ ഇളവരശിന്നാക്ക്. എന്നിട്ട് ഞങ്ങള് മധുരലങ്ങാനം വരുമ്പോഴേ നിന്റെ വലിയ പോസ്റ്റർ അവിടെ വെച്ചേക്ക്. ഇങ്ങനെ ഇങ്ങനെ നിക്കുന്നേ. அம்மா എന്തോന്ന് അമ്മ? ആദ്യം 4 അക്ഷരം പഠിച്ചിട്ടേ എന്തെങ്കിലും ഒരു ജോലി സമ്പാദിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് സിനിമയിലൊക്കെ അഭിനയിക്കാൻ നടക്കാം. அப்படியா சொல்றீங்க? அப்படின்னா படிப்பு முடிஞ்சேன்னா உனக்கு நடிக்கலாம். சிவா, உனக்கு 1 வருஷம் தானே இருக்கு. நீ சென்னையிலே இருந்துக்கோ, உனக்கு நிறைய வாய்ப்பு கிடைக்கும். அப்படி நீ நடிகர் ஆகலாம். അയ്യോ, എനിക്ക് എന്റെ ദേഷ്യം വരുന്നുണ്ട്. അവിടെ ഒരു സിനിമാ പ്രാന്ത്. என்னம்மா, எங்க தமிழங்களுக்கு சினிமானா உசுரம்மா. உங்களுக்கு தளபதி யாரு தெரியுமா? ദളപതി ആരാ? தெரியாது? தெரியாது. நம்ம விஜய் சாரு. അയ്യോ, അതെനിക്കിപ്പോ പറഞ്ഞപ്പോഴാ മനസ്സിലായി. എനിക്ക് ഇതുവരെ അറിയത്തില്ലായിരുന്നത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അമ്മൂമ്മയ്ക്ക് ഇപ്പൊ സിനിമയോടൊരു മതിപ്പില്ലായ്മ എന്താ? എനിക്ക് ഒരു മതിപ്പില്ലായ്മയില്ല. ആദ്യം പഠിച്ചൊരു ജോലിയൊക്കെ മേടിക്കട്ടെ. ഇപ്പം അതിന് വെച്ച വെള്ളം അങ്ങ് വാങ്ങിയത്. ഇപ്പൊ സിനിമയിൽ അഭിനയിക്കാൻ ഞാൻ വിടത്തില്ല. അത്രേ ഉള്ളൂ. ശിവ, ഞാൻ ഒറ്റയ്ക്കിരിക്കുമ്പോ നീ വെറുതെ വന്നെന്റെ അടുത്ത് സംസാരിക്കല്ലേ യേശുവേ. നീ ഈ കാണിക്കുന്ന സ്നേഹം മാത്രമേ ഉള്ളൂ. അമ്മൂമ്മ ഉള്ളപ്പോ നീ വാ തുറക്കൂല. എന്റെ പൊന്നുമോളെ ശിവ, ഞാൻ ആകപ്പാട് ഇവിടെ ഇപ്പൊ ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത് അമ്മൂമ്മയും പിന്നെ പടമെടുത്ത ആദായം ഉള്ളതുകൊണ്ടാണ്. ഞാനിപ്പൊ അമ്മൂമ്മയ്ക്കെതിരെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാ പിന്നെ ഈ വീട്ടിൽ നിന്ന് എനിക്ക് പച്ചവെള്ളം കിട്ടൂല. ഞാൻ പറഞ്ഞ എന്റെ കഞ്ഞി പാറ്റിയിടുന്നേ. അമ്മൂമ്മ, അമ്മൂമ്മ ഇപ്പൊ വന്നു. പച്ചവെള്ളം പോലും എന്റെ കയ്യിൽ കിട്ടത്തില്ലെന്ന് പറഞ്ഞില്ലേ? അപ്പൊ വന്നതാ. ഷാർപ്പേ, ബാ ബാ സംസാരിക്കും നിങ്ങൾ. ഞാൻ പോയി കുറച്ച് വെള്ളം കുടിച്ചിട്ടില്ല. മോളെ, മോളെ ശിവ, അമ്മൂമ്മ ഒന്ന് നോക്കിയേ. നോക്കട പൊന്നെ, ഇവിടെ നോക്കിയേ. എണീറ്റ് വാ. അമ്മൂമ്മ പറഞ്ഞതൊക്കെ മക്കൾക്ക് വിഷമായോ? ബാ, എണീറ്റ് വന്നേ. എനിക്ക് വിഷമമൊന്നും ആയില്ല. എന്റെ പൊന്നല്ലയോ, തന്റെ മക്കൾ ഇങ്ങനെ കിടന്ന അമ്മൂമ്മയ്ക്ക് വിഷമാവുവേ. എന്റെ പൊന്നിന് എണീറ്റ് വന്നേ. വാ.